ചട്ടമ്പി സ്വാമികളുടെ മൂന്നാമത്തെ ശിഷ്യൻ തീർത്ഥപാദ സ്വാമിയാണ്. അദ്ദേഹം ഇവിടെ വന്ന് 41 ദിവസം ഭജനം ഇരുന്നു. ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടുവെന്നും ഇവിടെ നമ്മൾ വിശ്വസിക്കപ്പെടും. കേരളത്തിന് ഒരു സ്ഥലത്തും അത്തരത്തിൽ കല്ലുപ്പ് നിവേദ്യമായിട്ട് ഭഗവാന് കൊടുക്കുന്ന ഒരു വേറൊരു സ്ഥലമില്ല. അച്ഛനപ്പന്മാരുടെ കാലം തൊട്ട് തന്നെ ഞങ്ങളുടെ കുടുംബത്തേക്കാണ് ഈ അമ്പലത്തിലെ മേൽശാന്തി ജോലി തന്നിരിക്കുന്നത്. അത് തിരുവിതാംകൂറിലെ മഹാരാജാവ് അദ്ദേഹത്തിന് ഓർഡർ പ്രകാരം നമുക്ക് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഏകദേശം അന്ന് മുതലേക്ക് തന്നെ ഈ ഉപ്പ് ഒരുപാട് ഇവിടെ പതിവുണ്ട്. കേരളത്തിൽ അങ്ങനെ 2 പ്രാവശ്യം വലിയ വിളക്ക് ഉത്സവം നടക്കുന്ന ഒരേ ഒരു അമ്പലം പെരുവാരവും മണ്ണുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന അമ്പലമാണ്. ഐതിഹ്യപരമായിട്ട് മാത്രമല്ല ആചാരങ്ങളെ കൊണ്ടും വിശേഷമായിട്ടുള്ള ഒരു അമ്പലമാണ് മന്നം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. കാരണവന്മാർ പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇത് ഒപ്പ് ചേർന്നാൽ അത് ശരിയാവും. അപ്പോൾ ഞങ്ങളുടെ അനുഭവത്തിൽ അത് വളരെ കറക്റ്റാണ്. ഇങ്ങനെ വന്നിട്ടുമുണ്ട്. പിന്നെ ചില സമയത്ത് നമ്മുടെ പല സാധനങ്ങളും പോയിട്ടുണ്ടാവും, എത്ര അന്വേഷിച്ചാലും കിട്ടില്ല. അപ്പോൾ ഭഗവാനെ ഈ ഉപ്പ് എടുത്തേക്കാം, ഞങ്ങൾക്കൊന്ന് ഇത് കാണിച്ചു തരണം എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ കാണുന്നതാണ് ഞങ്ങളുടെ അനുഭവം. ടിപ്പു പടയോട്ടം ആലുവ മണപ്പുറം വരെ എത്തുകയും ആലുവ മണപ്പുറത്ത് നിന്ന് വെച്ച് യുദ്ധത്തിൽ തോറ്റ് തിരിച്ചു പോവുകയും ചെയ്തതാണ്. അപ്പോൾ ഈ വഴിയിലൂടെയാണത് പോയതായിട്ട് കണക്കാക്കപ്പെടും. വളരെ പഴക്കമുള്ള ക്ഷേത്രമാണെങ്കിൽ പോലും അനേകം പ്രാവശ്യം പുനരുദ്ധാരണം നടന്ന ഒരു ക്ഷേത്രമാണ്. പെരിയാറിന്റെ തീരത്ത് ഐതിഹ്യങ്ങളും ചരിത്രവും കൈകോർക്കുന്ന ഒരു പുണ്യക്ഷേത്രമുണ്ട്. വടക്കൻ പറവൂരിന്റെ പുണ്യമണ്ണിൽ ഭക്തലക്ഷങ്ങൾക്ക് താങ്ങുന്നടലുവായി നിൽക്കുന്ന മന്നം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. നമസ്കാരം സ്വാമി. ഇപ്പം മന്നം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ്. എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകളും ആചാരങ്ങളും ഒക്കെ? ചരിത്രപരമായിട്ടും ഐതിഹ്യപരമായിട്ടും ആചാരപരമായിട്ടും വളരെയധികം സവിശേഷതകളുള്ള ഒരു ക്ഷേത്രമാണ് മന്നം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. മന്നം എന്ന വാക്ക് തമിഴിൽ മണ്ഡ്രം എന്നിൽ നിന്ന് രൂപപ്പെട്ടു വന്നാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മണ്ഡ്രം ഹെഡ് ക്വാർട്ടേഴ്സ്. പല സുപ്രധാനമായ തീരുമാനങ്ങളും എടുത്തിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അന്നത്തെ കാലത്ത്. അപ്പോൾ ആ സമയത്ത് ഈ നമ്മുടെ പരശുരാമനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പരശുരാമ പ്രതിഷ്ഠ നടത്തി എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഏറ്റവും കുറേ സവിശേഷതകൾ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് ഉപ്പാണ്. കല്ലുപ്പാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു സവിശേഷത. കേരളത്തിൽ ഒരു സ്ഥലത്തും അത്തരത്തിൽ കല്ലുപ്പ് നിവേദ്യമായിട്ട് ഭഗവാന് കൊടുക്കുന്ന ഒരു വേറൊരു സ്ഥലമില്ല. നിവേദ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കല്ലുപ്പ് സമർപ്പിക്കുന്നതിന് നമുക്ക് വഴിപാട് ചീട്ടാക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഈ ചില സ്ഥലങ്ങളിലൊക്കെ ഉപ്പ് ഒഴിഞ്ഞിടുന്ന ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ഉപ്പും കുരുമുളകും ഒക്കെ. അങ്ങനെ ഒരു ഒഴിഞ്ഞിട്ട് ബാധ ഒഴിപ്പിക്കുന്നതല്ല, മറിച്ച് ഇത് നിവേദ്യമായിട്ട് ഭഗവാൻ സ്വീകരിക്കുന്നതാണ്. എന്തിനാണ് കല്ലുപ്പ് നിവേദ്യം? അഷ്ടമംഗല പ്രശ്നത്തിൽ കണ്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ഇവിടെ വന്നിരുന്നപ്പോൾ ആദ്യം നിവേദിച്ചത് ഉപ്പാണ്. ഇപ്പം മുരുകൻ്റെ ഇവിടെയുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർവസംഘ പരിത്യാഗിയായിട്ട് ഒരു വൈരാഗ്യത്തോടു കൂടി വന്നിട്ടുള്ള മുരുകൻ്റെ ഒരു കൺസെപ്റ്റിലാണ് പണ്ട് ഇവിടെ ഉണ്ടായിരുന്നത്. അതിന് ഉപോത്ബലകമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് സഹായകരമായിട്ടുള്ള നിരവധി തെളിവുകളും സാഹചര്യങ്ങളും ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ അമ്പലം ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമി കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത്. അതേ സമയത്ത് തന്നെ ഇതിൻ്റെ അപ്പുറത്തൊരു ഏകദേശം 1.5 കിലോമീറ്റർ അപ്പുറത്തായിട്ട് മഹാദേവൻ്റെയും ഒരു ക്ഷേത്രമുണ്ട്. പെരുവാരം മഹാദേവ ക്ഷേത്രം എന്നാണ് പറയുന്നത്. പുരാണത്തിലൊരു പ്രധാനപ്പെട്ട ഒരു കഥയുണ്ട്. അതായത് നാരദമുനി ഒരു മാമ്പഴം കൊണ്ടുവന്ന് കൊടുത്തിട്ട് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മക്കൾക്ക് കൊടുക്കണം എന്ന് മഹാദേവനോട് പറയാണ്. അപ്പോൾ മഹാദേവൻ 2 മക്കളെയും ഗണപതിയും മുരുകനെയും വിളിച്ചു വരുത്തിയിട്ട് ഈ മാമ്പഴം ആരാണോ ലോകം ആദ്യം ചുറ്റി വരുന്നത് ആൾക്ക് തരും എന്ന് പറഞ്ഞു. മുരുകൻ മയിലിൻ്റെ മുകളിൽ കയറി ചുറ്റി വന്നപ്പോൾ ഗണപതി അച്ഛനെയും അമ്മയും നമസ്കരിച്ച് മാമ്പഴം കൈക്കലാക്കിയതായിട്ട് കണ്ട ആ ഒരു വൈരാഗ്യത്തോടു കൂടി ഇതെല്ലാം ഉപേക്ഷിച്ച് വന്ന് നിൽക്കുന്ന ഒരു കൺസെപ്റ്റാണ് പഴനിയിലുമുള്ളത്. അങ്ങനെയുള്ളൊരു കൺസെപ്റ്റിലാണ് ഇവിടുത്തെ മഹാദേവൻ്റെ ഭഗവാന്റെ പ്രതിഷ്ഠയുള്ളത്. പെരുവാരം അമ്പലത്തിൽ വലിയ വിപുലമായിട്ടുള്ള നിലയിൽ ഉത്സവാഘോഷങ്ങൾ നടക്കും. അതിൽ തന്നെ വിശേഷപ്പെട്ട ദിവസമാണ് വലിയ വിളക്ക് ആഘോഷം. ആ വലിയ വിളക്ക് ആഘോഷം അവിടെ നടക്കുമ്പോൾ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാരൊക്കെ അമ്പലത്തിൽ ഉത്സവമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും ഭഗവാൻ അന്നത്തെ ദിവസവും വലിയ വിളക്കിന് പോവില്ല. വലിയ വിളക്ക് കഴിഞ്ഞ് എല്ലാം ഉത്സവം അവസാനിച്ച ശേഷം ഇവിടുന്ന് പുറപ്പാടെന്നാണ് ചടങ്ങിന് പറയുന്നത്. ഇവിടുന്ന് അവിടെ ചെല്ലുമ്പോൾ മഹാദേവൻ വളരെ സന്തോഷത്തോടു കൂടി മുരുകനെ സ്വീകരിക്കാൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് വലിയ 2 കൂട്ടാനകളെ പറഞ്ഞുവിട്ട് അവിടെ നിന്ന് സ്വീകരിച്ചുകൊണ്ട് ഉത്സവത്തിന് വലിയ വിളക്ക് ഉത്സവത്തിന് എന്തെല്ലാം മേളങ്ങൾ ഉണ്ടായിരുന്നു, അനേകം മേളങ്ങൾ ഇവിടെ ഉണ്ടാവും. ആ മേളങ്ങളും ഉത്സവവും രണ്ടാമത് വീണ്ടും ആവർത്തിക്കും.
അതായത് കേരളത്തിൽ അങ്ങനെ 2 പ്രാവശ്യം വലിയ വിളക്ക് ഉത്സവം നടക്കുന്ന ഒരേ ഒരു അമ്പലം പെരുവാരവും മണ്ണുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന അമ്പലം മാത്രം. അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്, ഐതിഹ്യപരമായിട്ട് മാത്രമല്ല ഈ ആചാരങ്ങളെ കൊണ്ടും വളരെ വിശേഷമായിട്ടുള്ള ഒരു ഉത്സവം അല്ലെങ്കിൽ വിശേഷമായിട്ടുള്ള ഒരു അമ്പലമാണ് മന്നം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഇവിടെ പ്രധാനപ്പെട്ട ആഘോഷം നടക്കുന്നത് തൈപ്പൂയമായിട്ട് ബന്ധപ്പെട്ടാണ് നടക്കുന്നത്. തൈപ്പൂയം മാത്രമാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട പണ്ട് വൃശ്യമാസത്തിൽ കാർത്തിക 6 അമ്പലത്തിൽ ഉത്സവം നടന്നിരുന്നു. പിന്നീട് അത് ഇടക്കാലത്ത് വെച്ച് ലോപിച്ചു. നിങ്ങൾക്കറിയാം, അതാണ് ഞാൻ ചരിത്രപരമായിട്ട് ഇതിന് പ്രാധാന്യം ഉണ്ടെന്ന് പറയാൻ കാരണം ടിപ്പുവിന്റെ പടയോട്ടം നടന്ന സ്ഥലമാണ്. ടിപ്പു പടയോട്ടം ആലുവ മണപ്പുറം വരെ എത്തുകയും ആലുവ മണപ്പുറത്തു നിന്ന് വെച്ച് യുദ്ധത്തിൽ തോറ്റ് തിരിച്ചു പോവുകയും ചെയ്തതാണ്. അപ്പം ഈ വഴിയിലൂടെയാണത് പോയതായിട്ട് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെയുള്ള ആ സമയത്ത് ഭഗവാനെ ഇവിടെ നിന്ന് മാറ്റി വേറെ പാട്ടൂരക്കൽ എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ കൊണ്ടുവന്നിരുത്തി എന്നൊക്കെ ഹിസ്റ്ററി ഉണ്ട്. ടിപ്പു സുൽത്താന്റെ കാലത്ത് നശിപ്പിക്കപ്പെട്ടു പോയിരുന്ന, അതായത് വളരെ പഴക്കമുള്ള ക്ഷേത്രമാണെങ്കിൽ പോലും ഇത് അനേകം പ്രാവശ്യം റിനോവേഷൻ നടന്നതായിട്ടുള്ള, അനേകം പ്രാവശ്യം പുനരുദ്ധാരണം നടന്ന ഒരു ക്ഷേത്രമാണിത്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പ്രാധാന്യമുണ്ട്. പക്ഷെ ഇവിടെ മുരുകൻ്റെ എന്ന് പറഞ്ഞാൽ അപാരമായിട്ടുള്ള ഒരു ശക്തിവിശേഷമുണ്ട്. ചട്ടമ്പി സ്വാമികളുടെ 3ാമത്തെ ശിഷ്യൻ തീർത്ഥപാദ സ്വാമിയുണ്ട്. അദ്ദേഹം ഇവിടെ വന്ന് 41 ദിവസം ഭജന വരുന്നുവെന്നും ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടുവെന്നും ആണ് ഇവിടെ നമ്മൾ വിശ്വസിക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ ഇതിൽ പുസ്തകങ്ങളിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊക്കെ ഇത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെ അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ ഈ ക്ഷേത്രം. ഇപ്പൊ തൈപ്പൂയത്തിന്റെ അന്ന് നടക്കുന്ന മന്നം കാവടി എന്ന് പറയുന്നത് വളരെയധികം പ്രസിദ്ധമായ ഒന്നാണ്. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? തീർച്ചയായിട്ടും, അതായത് മന്നം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കാവടി ഘോഷയാത്ര എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാവടി ആട്ടം എന്ന് പറയുന്നത്, കാവടി ആഘോഷങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരളത്തിൽ ഒരു സ്ഥലത്തും ഇത്രമാത്രം വലിയ ഗംഭീരമായിട്ടുള്ള നിലയില്ല. മന്നം ക്ഷേത്രത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലായിട്ട് നിരവധിയായിട്ടുള്ള കാവടി സംഘങ്ങളുണ്ട്. പിന്നെ പുരാതനമായിട്ടുള്ള ചില കാവടി സംഘങ്ങളുണ്ട്. അവർ വർഷമായിട്ട് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് താമസിക്കുന്ന കുടുംബക്കാരാണ്. അവർ ഇപ്പോൾ കുറ്റിപ്പുഴ, അതുപോലെ തന്നെ വഴിക്കുളങ്ങര, അതുപോലെ തോന്നിയകാവ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള ആൾക്കാർ അവർ പാരമ്പര്യമായിട്ട് ഇങ്ങനെ കാവടികളുമായിട്ട് ഇവിടെ വന്ന് ഭഗവാൻ അഭിഷേകം കഴിക്കുന്ന ഒരു മുദ്ര നിറച്ച് വന്ന് അഭിഷേകം കഴിക്കുന്നത് അവരുടെ ഒരു പതിവാണ്. അതുകൂടാതെ ഇവിടെ ധാരാളം കാവടി സംഘങ്ങളുണ്ട്. ആ കാവടി സംഘങ്ങളെല്ലാം ഭഗവാന്റെ ആ ദിവസം ക്ഷേത്രത്തിലേക്ക് വരും. ഈ മന്നം കാവടി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ ഒരു സാംസ്കാരിക പരിപാടിയാവട്ടെ, സാംസ്കാരിക ഘോഷയാത്രയാവട്ടെ, അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള എന്ത് പരിപാടികൾ നടന്നാലും അതിൽ മന്നം കാവടി എന്ന് പറയുന്നത് ഒരു അനിവാര്യ ഘടകമാണ്. ഭഗവാൻ സത്യസായി ബാബയുടെ തിരുവോണ നാളിലുള്ള പരിപാടിയിൽ കാവടി സംഘങ്ങൾ സ്ഥിരമായിട്ട് പങ്കെടുക്കാറുണ്ട്. ഇങ്ങനെ തുടങ്ങി ലോകമെമ്പാടുമുള്ള പ്രധാനപ്പെട്ട മലയാളികളുടെ സാന്നിധ്യമുള്ള കാവടി പരിപാടികളിലെല്ലാം കേരളത്തിൽ നിന്ന് ഈ മന്നത്തു നിന്നുള്ള കാവടി സംഘങ്ങൾ പുറപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ മന്നം എന്ന് പറയുന്ന സ്ഥലത്തിന് കാവടി ഗ്രാമം എന്നാണ് അറിയപ്പെടുന്നത്. ആ നിലയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്ന നിരവധിയായ കുടുംബങ്ങളുണ്ട്. കാവടിയായിട്ട് ബന്ധപ്പെട്ട് പൂക്കൾ ഉണ്ടാക്കുക, കാവടിയുടെ തട്ടുകൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ കാവടിയായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ, പിന്നെ കലാരൂപങ്ങൾ അവതരിപ്പിക്കുക, അനേകമായിട്ടുള്ള നിലയിൽ നല്ല മനോഹരമായിട്ടുള്ള നിലയിലുള്ള കാവടികൾ, കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്ന വ്യക്തികൾ തന്നെ ഇവിടെയുണ്ട്. അതുകൂടാണ്ട് തെയ്യം തുടങ്ങിയതായിട്ടുള്ള കലാരൂപങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട നിരവധിയായ മേളക്കാരുണ്ട്, പാരമ്പര്യമായിട്ടുള്ള മേളക്കാരുണ്ട്, കാവടി സംഘമുണ്ട്. കാരണം ഈ കാവടി ഘോഷയാത്രയിലെ കാവടിയിൽ ഉപയോഗിക്കുന്ന മേളത്തിനൊരു പ്രത്യേക ശൈലിയാണ്. സാധാരണ പോലത്തെ മഞ്ചാരി മേളം പോലെയൊന്നുമല്ല. അതൊരു പ്രത്യേക രീതിയിലുള്ള കാവടി ഘോഷയാത്രയ്ക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ഇതാണ്. അതിൽ ശിങ്കാരിമേളം എന്നൊക്കെ ഉള്ള നിലയിലുള്ള അത് നമുക്ക് നല്ല ഇവിടെ വ്യാപകമായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്, ചെയ്യുന്ന ആൾക്കാരുണ്ട്, പുതിയ തലമുറ അതിനു വേണ്ടി തയ്യാറെടുത്ത് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു പ്രത്യേകമായിട്ടുള്ള പ്രത്യേകതകളുള്ള ഇവിടെ എന്ന് പറഞ്ഞ ഉപദേവതകൾ എന്ന് പറയാൻ അങ്ങനെ ഉപദേവല്ല. പഴനിയിലുള്ള പോലെ മുരുകൻ, ഇടുമ്പൻ, ഇവർ രണ്ടുപേരും മാത്രം. ഒരു പഴനിയില് മുരുകന്റെ മല, ഇടുമ്പന്റെ മല, അങ്ങനെ 2 മലകളാണല്ലോ. അതുപോലെ തന്നെ അകത്ത് മുരുകനും പുറത്ത് ഇടുമ്പൻ സ്വാമി, ഇത് രണ്ടുപേരും മാത്രമാണ് ഇവിടെ സാന്നിധ്യമായിട്ടുള്ളത്. പല പ്രാവശ്യം അഷ്ടമംഗല പ്രശ്നങ്ങളൊക്കെ വച്ചിട്ടുണ്ടെങ്കിലും ഈ 2 മാത്രമേ തെളിഞ്ഞു വന്നിട്ടുള്ളൂ. പഴനിയിലെ പോലെ തന്നെ ഇവിടെ ഇപ്പം പാല്, പഞ്ചാമൃതം ഒക്കെ തന്നെയാണ്. അതായത് മുരുകൻ എന്ന് പറഞ്ഞാൽ അഭിഷേക പ്രിയനാണെന്ന് പറയും ശരിക്കും. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് അഭിഷേകമാണ്. പലതരത്തിലുള്ള അഭിഷേകങ്ങൾ, അഷ്ടാഭിഷേകം എന്നാണ് ശരിക്കും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. പാല്, അതുപോലെ തേൻ, നെയ്യ്, പനിനീര്, പഞ്ചാമൃതം, എണ്ണ, അങ്ങനെയുള്ള സാധനങ്ങളിൽ അഭിഷേകം കഴിക്കുക. അതിന് അഷ്ടാഭിഷേകം എന്നാണ് പറയുക. അത് പൂയത്തിൻ്റെ അന്ന് ഷഷ്ടിയുടെ അന്നൊക്കെ 2 നേരം കഴിക്കും, 3 നേരം കഴിക്കും. വൈകുന്നേരം ഭസ്മാഭിഷേകമാണ് കഴിക്കുക. അച്ഛനപ്പന്മാരുടെ കാലം തൊട്ട് തന്നെ ഞങ്ങളുടെ കുടുംബത്തേക്കാണ് ഈ അമ്പലത്തിലെ
മറ്റേ മേൽശാന്തി ജോലി തന്നിരിക്കുന്നത്. അത് തിരുവിതാംകൂറിലെ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ ഓർഡർ പ്രകാരം നമുക്ക് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഏകദേശം അന്ന് മുതലേക്ക് തന്നെ ഈ ഉപ്പ് വഴിപാട് ഇവിടെ പതിവുണ്ട്. ഇത്രയ്ക്ക് കൂടുതലില്ല എന്നുള്ളൂ, എന്നാൽ തന്നെ ഒരുപാട് അന്നും പതിവുണ്ട്. അന്ന് എൻ്റെ കാരണവന്മാർ പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇത് ഒപ്പ് ചേർന്നാൽ അത് ശരിയാകും എന്ന കണക്കിന് നമ്മുടെ എന്തെങ്കിലും ചെറിയൊരു അസുഖങ്ങൾ ചൊറിഞ്ഞ് ഇറങ്ങി അത് എത്ര മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല എങ്കിൽ ഭഗവാൻ ഒപ്പിട്ടാൽ അത് മാറും. അപ്പോൾ ഞങ്ങളുടെ അനുഭവത്തിൽ അത് വളരെ കറക്റ്റാണ്, അങ്ങനെ വന്നിട്ടുമുണ്ട്. പിന്നെ ചില സമയത്ത് നമ്മുടെ പല സാധനങ്ങളും പോയിട്ടുണ്ടാവും, എത്ര അന്വേഷിച്ചാലും കിട്ടില്ല. അപ്പോൾ ഭഗവാനെ ഈ ഉപ്പ് എടുത്തേക്കാം, ഞങ്ങൾക്കൊന്ന് ഇത് കാണിച്ചു തരണം എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ കാണുന്നതാണ് ഞങ്ങളുടെ അനുഭവം. ഇടുമ്പൻ സ്വാമി എന്ന് വെച്ചാൽ അത് ശിവൻ്റെ ഭൂതമാണ്. ഇവിടെ സുബ്രഹ്മണ്യ സ്വാമി ഒരു ശൂരോത്മാസരനായിട്ട് യുദ്ധം ചെയ്തിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ വളരെ ദേഷ്യത്തിൽ വരുന്ന ഭാഗമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉപദേവന്മാരാരുമില്ല. ഗണപതി അമ്പലത്തിൽ ഗണപതിയുടെ പ്രതിഷ്ഠ ഇല്ലാത്തൊരു അമ്പലമാണ് ഈ അമ്പലം. അപ്പോൾ ഈ സുബ്രഹ്മണ്യ സ്വാമിയെ സേവിക്കാനായിട്ട് ശിവൻ്റെ മകനാണല്ലോ സുബ്രഹ്മണ്യൻ, ശിവൻ്റെ ഭൂതത്തിനെ അയക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് കാവടി കൊണ്ടുവന്നത് ഇടുമ്പനാണ്. കാവടി എന്ന് വെച്ചാൽ വടി വളച്ച് അതിന് രണ്ടറ്റത്തും വഴിപാടായിട്ട് വന്നിരിക്കുകയാണ്. അതാണ്. പിന്നെ ഈ അമ്പലത്തിൻ്റെ സൂക്ഷിപ്പുകാരനും ഈ ഇടുമ്പൻ സ്വാമിയാണ്. നമുക്കിവിടെ ഈ പറഞ്ഞ കണക്കിന് ഇവിടെ ഇതേ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇടുമ്പിന് തേങ്ങ ഉടച്ചാൽ അത് മാറും എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. പെട്ടെന്നൊരു നമ്മുടെ കല്യാണമോ അങ്ങനെ വേറെ വല്ല വിശേഷത്തിന് മഴ വരികയാണെങ്കിൽ മഴക്കാർ വെച്ചിങ്ങനെ നിറയുമ്പോൾ ഈ തേങ്ങ ഉടച്ചാൽ മാറും എന്നാണ്, മാറി കിട്ടുന്നതാണ് ഞങ്ങളുടെ അനുഭവം. അത് ഇപ്പോഴും തന്നെയാണ്. ശിവൻ്റെ വിഗ്രഹം എന്ന് വെച്ചാൽ സുബ്രഹ്മണ്യൻ്റെ ഇത്ര ഇതിൽ പൊക്കമുള്ള വിഗ്രഹം വേറെ ചുറ്റുപാടൊന്നുമില്ല. കാരണം ഇവിടെ ശരിക്കും 5 അടി 2 ഇഞ്ച് പൊക്കമാണ് ഈ ഭഗവാന്റെ മാത്രം വിഗ്രഹത്തിന്. ഞാൻ തന്നെ മറ്റേ അഭിഷേകം കഴിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്, അത്രയ്ക്ക് പൊക്കമുണ്ട് ഈ വിഗ്രഹത്തിന്. തൈപ്പൂജത്തിന് ഈ ഇടുമ്പൻ പണ്ട് കാവടി കൊണ്ടുവന്നല്ലേ അതേ ഇതിൽ കാവടിയിൽ ഒരുപാട് സാധനം കൊണ്ടുവന്ന് ഭഗവാനെ ഏൽപ്പിക്കുകയാണ്. ഭഗവാൻ അത് അർപ്പിച്ചിട്ട് അവരവരുടെ നാട്ടിന് പോകും. അത് കൊല്ലങ്ങളായിട്ട് നടന്നു വരുന്ന ഉത്സവമാണ്. ഇവിടെ ഉത്സവമില്ല ശരിക്ക്. ഉത്സവം പഠിക്കുക എനിക്ക് 6 ദിവസങ്ങളിൽപ്പെടും. അതായത് കൊല്ലവർഷം പറയാം. കൊല്ലവർഷം 1124 ഈ ഇവിടെ പ്രതിഷ്ഠ നടന്നതാണ്. ആ പ്രതിഷ്ഠ സമയത്ത് മാത്രം ആ ഉത്സവമുണ്ട്, പിന്നെ ഉത്സവം നടന്നിട്ടില്ല.